ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ജാതി ഗാർഡൻ റിസോർട്ടിലെ നൈറ്റ് വ്യൂവും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ നൈറ്റ് വ്യൂവും കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. പിന്നെ കുറച്ച് ഞാൻ വോയിസ് കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഞങ്ങൾ വൺ വോയിസ് ആയിട്ട് ഞങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളാണ് ഫുള്ള് ഞാൻ കാണിക്കാൻ പോകുന്നത്. എനിക്ക് വീണ്ടും നിങ്ങളടുത്ത് പറയാനുള്ളത്, ഞങ്ങളവിടെ ചെന്ന് കൂടിയിട്ട് ഞങ്ങൾക്കതൊരു റിസോർട്ടിൻ്റെ പ്രതീതി ഞങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ ഒരു വീട്ടിൽ കല്യാണത്തിന് തലേന്ന് നമ്മൾ കൂടിയ ഒരു ഫീലാണ് കേട്ടോ. അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. എന്നാൽ നമുക്ക് എല്ലാത്തിനും പറ്റിയ സൗകര്യങ്ങളും, ഇപ്പോൾ വീട്ടിൽ തലേന്ന് കൂടി കഴിഞ്ഞാൽ നമുക്ക് മീറ്റിംഗ് ഹാളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ അങ്ങനെ മീറ്റിംഗ് ഹാളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു റിസോർട്ട് തന്നെയായിരുന്നു കേട്ടോ. അത് എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു കിച്ചൺ തന്നെയാണ്. ഈ കിച്ചൺ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു പൂളും, ഞങ്ങൾ രാത്രി 2 മണിക്കൊക്കെ ഞങ്ങൾ പൂളിലാണ്. അത്രയ്ക്ക് രസം. പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലകളുണ്ട്, പിന്നെ ഈ ഒരു കളിക്കണ സംഭവമുണ്ട്, പിന്നെ വേറൊരു സൈസ് ഊഞ്ഞാലുണ്ട്. അങ്ങനെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളും കുട്ടികൾക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി പല റൈഡുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടോളൂ. ഞാൻ പറയണേക്കാളും ഒന്നും കൂടെ രസമായിരിക്കും നിങ്ങൾ ലൈവായിട്ട് കാണുമ്പോൾ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ ഓണറെ നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ. ഇതിൽ പിന്നെ അതുപോലെ ഇതിൽ ഓണർ വരുന്ന സമയത്ത് ചായ എടുക്കണമൊക്കെ ഞാൻ ചെറിയ വീഡിയോ എടുത്തിട്ട് കേട്ടോ. മൂപ്പര് ഇതിൽ ഞാൻ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൂപ്പരാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞങ്ങളെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ള് കോമഡി ആയിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. ആ കോമഡി ആയിട്ട് തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്, പക്ഷെ എന്നാലും ഞാൻ പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കി. ഓക്കെ, ബൈ ബൈ. നിങ്ങൾക്കും ഇതുപോലെ ഫാമിലിയും ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിതിൽ അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, വന്നേനെ ചായ പ്ലേറ്റിക്കാണല്ലോ. എന്താപ്പത്? കപ്പയും ചമ്മന്തിയും. തിരക്കടില്ല, നിങ്ങൾക്ക് തിരക്കടില്ല. ഐ എന്താ അപ്പം ഇതാ പലഹാരങ്ങൾ ഇതാ കഴിക്ക്. ഒരുപാട് പലഹാരം ഉണ്ട്. നെയ്യപ്പൊക്കെ ഉണ്ടായിരുന്നു. നെയ്യപ്പൊക്കെ കഴിഞ്ഞു തോന്നണോ? എന്താ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഞങ്ങളോട് പറയാള്? സൂപ്പറല്ലേ? വെട്ട് കേക്ക്. കിച്ചൺ അടിപൊളിയായി. നല്ല സൂപ്പർ കിച്ചണാണ്. വല്ലാത്തൊരു അതാണ് നിങ്ങൾ പോരി. ഓലൊക്കെ ഉണ്ടല്ലോ അവിടെ. അല്ല വീയൂലേ വല്ല എന്താണ് സ്പീഡ്? ആജുവിന്റെ ഹസ്ബൻഡ് ആടിയത് ആജുവിനെ അറിയാം. കുഞ്ഞാക്ക വീഡിയോ എടുത്താലോ? ആ മതിയേ, എനിക്കറിയാം നിങ്ങൾ എടുക്കുന്നേ.
അതെ അതെ അത് ശരിയാ. ആ നോക്കേ മുബിയേ, അതിനൊക്കെ മറുപടി ഇവിടെ കുഞ്ഞാക്ക തരുന്നുണ്ട്. ആ കേക്കണ ചെല്ലങ്ങള് നിസ്കരിച്ചാണ്. ആന്നെ ഇതൊക്കെ നാളെ യൂട്യൂബിൽ വരട്ടോ പിയേ. ആ ഈ തിന്നണത്ത് ഇവിടെ എടുത്ത സമയം ഉണ്ടാവുന്ന അറിയില്ല. ഇതാ ഞങ്ങളെ ചാർക്കോൾ. ആ കോലുകൊണ്ട് നീക്കേ. അങ്ങനെ നമ്മളെ ചാർക്കോൾ റെഡിയായി. നീ കടലാവാണ്ടല്ലോ. ആ പോരെ എന്തായാലും നീ ആ അടിഭാഗം ശീലോട്ട് തുടക്കട്ടോ. ചോറ്റിക്ക് ഇറക്കി വെക്കുമ്പോ റിപ്പ് തുറന്നു കൊടുത്താ. സൺഫ്ലവർ ഓയിൽ ഇല്ലേ? പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോർണിംഗിൽ മൂപ്പര് തന്നെയായിരുന്നു, ഓണറായിരുന്നു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അതൊരു രക്ഷയില്ല, അടിപൊളി ഫുഡ് തന്നെയായിരുന്നു. നൂലപ്പം ഉണ്ടായിരുന്നു, പുട്ടും ഉണ്ടായിരുന്നു, പിന്നെ കടലക്കറിയും പപ്പടവും മുട്ടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡ് തന്നെ, നല്ല പാൽച്ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.